ഒരാൾ വന്നിട്ടുണ്ട്, മഹദി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട്, മഹദി അലൈഹിസ്സലാം. കേരളത്തിൽ അതിന്റെ ബ്രാഞ്ച് ബാക്കവി എന്ന് ബിരുദമുള്ള ഒരാൾ, അതിൽ പെട്ടുവാഴ്ക്കാൻ വേണ്ടി പറയാൻ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ബാക്കവി എന്ന് ബിരുദമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത് മഹദി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാനൊരു 4 മാസം മുന്നേ അതുമായി സൂചനയിൽ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു മറുപടി യൂട്യൂബിൽ പറഞ്ഞു കേട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പുണ്ട് പിമ്പുണ്ട്, മുമ്പിലായിരുന്നു മലക്കുകള്, ജിന്നുകൾ ബാക്കിലായിരുന്നു, അതുകൊണ്ട് ജിന്നുകൾ അള്ളാഹിന്റെ മുഖം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം അവരെഴുതിയത് ഞാൻ വായിച്ചപ്പോ അദ്ദേഹനോട് ബുഖാരിയിൽ ഹദീസില്ലേ, ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി, അള്ളാഹിന്റെ രൂപത്തിൽ എന്ന് അദ്ദേഹം അർത്ഥം വെക്കണേ. അള്ളാഹുവിന്റെ രൂപത്തിൽ ആദമിനെ പഠിച്ചു തൂലു സിത്തുന ദിറാ, അള്ളാഹുവിന് 60 മുഴ എന്നും ബുഖാരിയിൽ എന്ന് ചോദിക്കാൻ മാത്രം വിവരം കെട്ടുപോയി, അതപ്പതിച്ചു പോയി ഈ സമൂഹം എന്ന് നാം മനസ്സിലാക്കണം. ആ നിലക്ക് മഹദി അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ പരിചയപ്പെടുത്തുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സ്ത്രീകളെ അതിൽ ധാരാളം ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞ്, ആ അടിസ്ഥാനത്തിൽ സഹോദരിമാരെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിലൊക്കെ ഇപ്പം ആത്മീയ മജ്‌ലിസ് പലതും നമ്മുടെ നേതൃത്വവും നമ്മുടെ അതുപോലെ തന്നെ അയിമ്മത്തുകളും പണ്ഡിതന്മാരും ഒന്നും അറിയാത്ത പറയാത്ത അത്തരം ചാനലുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയും കൊണ്ട് വഉലിദ നബിയുനാ മുഹമ്മദുൻ ഫീ ബൽദത്തി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടൊരു മൗലിദ് ഇറക്കിയിരുന്നു. കോഴിക്കോട്ട് പിറന്ന നബി എന്ന് പറഞ്ഞിട്ട് അത് ഒരു ബീരാൻകുട്ടി ഫൈസി എറണാളാണ് ആ മൗലിദ് എഴുതിയത്. അപ്പൊ ഇങ്ങനെ പല ബിരുദവും പല പേരും പറഞ്ഞിട്ട് ആര് വന്നാലും ഇവിടെ അല്ലാഹുവിന്റെ ദീന് സ്വഹാബത്ത് കൈമാറി തന്ന ദീനിനെതിരെ പറയുന്നതൊക്കെ അപകടമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനായി മനസ്സിലാക്കി ഉലമാഇന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.